ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി നെല്ലിക്കയുടെ ഒരു സ്വീറ്റ് ഐറ്റമാണ്. നോർത്ത് ഇന്ത്യയിൽ ഇത് ആംല മുറബ്ബ എന്ന് പറയും, ഇവിടെ തേൻ നെല്ലിക്ക എന്നും പറയും. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടത് 1 കിലോ നെല്ലിക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. നെല്ലിക്ക നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം, ഏകദേശം 10 മിനിറ്റ് വരെ. ഒരു പാത്രത്തിൽ നെല്ലിക്ക മുങ്ങി കിടക്കുന്നത് വിധം വെള്ളം ഒഴിക്കുക. വെള്ളം നല്ലപോലെ ചൂടായാൽ ഈ കഴുകി വെച്ച നെല്ലിക്ക ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. നെല്ലിക്ക പകുതി വെന്തതിന് ശേഷം അതിലെ വെള്ളം ഊറ്റിയെടുക്കുക. ഈ വെള്ളം കളയേണ്ട ആവശ്യം ഇല്ല, അത് നമുക്ക് കുടിക്കാൻ പറ്റും. പകുതി നെല്ലിക്ക എടുത്ത് അരമണിക്കൂർ വെയിലത്ത് വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നെല്ലിക്ക എടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെറിയ ചെറിയ കുത്താക്കി പാനിലേക്ക് ഇടുക. സ്വീറ്റ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തിടുന്നത്. ഇതുണ്ടാക്കാൻ സ്റ്റീലോ നോൺ സ്റ്റിക്ക് പാത്രമേ യൂസ് ചെയ്യാൻ പാടൂ. ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്ത് 1/2 kg ശർക്കര ഇടുക. ശർക്കര പെട്ടെന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊട്ടിച്ച് ഇടുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് ശർക്കര മെൽട്ടായി ഒന്ന് സ്റ്റിക്കി പോലെ ആയാൽ അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിയിട്ട് നന്നായി ഇളക്കുക. നല്ലപോലെ ചൂടാറിയ ശേഷം ഇത് ഒരു ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നല്ല ജ്യൂസി ശർക്കര നെല്ലിക്ക റെഡി. നമ്മൾ മാറ്റിവെച്ച 1/2 kg നെല്ലിക്ക 1/2 hour വെയിലത്ത് വെച്ച് എടുക്കുക.
ഇത് മുൻപ് പറഞ്ഞ പോലെ ഫോർക്ക് കൊണ്ട് കുത്തിയ ശേഷം ഒരു ജാറിലേക്ക് നെല്ലിക്ക ഇടുക. തേൻ നെല്ലിക്ക ആയതുകൊണ്ട് ഇതിലേക്ക് വേണ്ടത് തേനാണ്. നെല്ലിക്കയുടെ മുകളിൽ വരത്തക്ക വിധത്തിൽ ഹണി ഒഴിക്കുക. അങ്ങനെ ജ്യൂസി ആയിട്ടുള്ള ഹണി ആംല റെഡി. ഇത് രണ്ടും ഒരു 1 വീക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാം. സ്വീറ്റ് നന്നായി നെല്ലിക്ക അബ്സോർബ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഡെയിലി രാവിലെ വെറും വയറ്റിൽ ഒന്ന് കഴിച്ചാൽ നല്ല എനർജറ്റിക് ഫീൽ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.